Hello everyone, this is Miss Devi. നമ്മളപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എല്ലാവരും എക്സാംസിനൊക്കെ വേണ്ടി പഠിച്ചു തുടങ്ങിയെന്ന് കരുതുന്നു. സോ ഇല്ലെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമുക്കിപ്പം ഇപ്പം സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഫുൾ കവർ ചെയ്ത് നമുക്ക് ഫുൾ മാർക്സ് മേടിക്കാം അല്ലെ. ഫുൾ മാർക്സ് കിട്ടുന്ന രീതി വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അതിൻ്റെ ഫൈനൽ പാർട്ടാണിത്. അപ്പം നമ്മൾ ഇന്ന് ഈ ചാപ്റ്റർ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യും. അതിൽ ഒരു ചെറിയ പോർഷനായത് എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഒക്കെ ചെയ്തു, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് സോൾവ് ചെയ്ത് വരുമ്പം ലാസ്റ്റ് ഇപ്പോൾ റൂട്ടൊക്കെ എടുക്കുമല്ലോ. ഇപ്പോൾ റൂട്ട് ഓഫ് ഇപ്പോൾ 144 ഈക്വൽ ടു എക്സ് സ്ക്വയർ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ, ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു സോൾവ് ചെയ്ത് വരുമല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ എന്താണ്, ഇത് റൂട്ട് ഓഫ് 144 12 ആണെന്ന് പറയാം, ഈക്വൽ ടു എക്സാ. ആക്ച്വലി നമ്മൾ ഇത് എന്താ പ്ലസ് ഓർ മൈനസ് 12 എന്നാണ് എടുക്കുന്നത് അല്ലേ. അപ്പം രണ്ട് കേസസ് വന്നു. അപ്പം ഇതിൽ ചിലപ്പം ഒരെണ്ണം നമ്മൾ റിജക്റ്റ് ചെയ്യും അല്ലേ, നമ്മുടെ കണ്ടീഷൻസ് വെച്ച് നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ടത് വരും. പക്ഷേ ചിലപ്പോൾ രണ്ട് കണ്ടീഷൻസും അക്സെപ്റ്റ് ചെയ്യുന്നത് വരും. ഇപ്പം ഒരു രണ്ട് സൊല്യൂഷൻസും നമ്മൾ എടുക്കേണ്ട രീതി വരും. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So first question, the product of a number and 2 added to it is 168. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ, ഒരു നമ്പറും വേറെ നമ്പർ, ഇതിൽ പ്രോഡക്റ്റ് എടുക്കണമെങ്കിൽ രണ്ട് നമ്പേഴ്സ് ആണ്. അതിനകത്ത് ഒരു നമ്പറും വേറെ നമ്പർ എന്താ, ഈ നമ്പറിൽ നിന്ന് എന്താ ഒരു 2 ആഡ് ചെയ്യണം, അതാണ് സെക്കൻഡ് നമ്പർ. ഇപ്പം നമ്മുടെ നമ്പർ 4 ആണെങ്കിൽ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ഏതായിരിക്കും, ഇതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യണം, 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്യണം, അതേതാ 6 ആയിരിക്കും. 6 4s are 24. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പം എന്താണ് എക്സ്, നമുക്കിപ്പോൾ നമ്പേഴ്സ് നമുക്കറിയില്ല. എക്സ് എന്ന് പറയണ നമ്പർ എടുക്കുക, സെലക്ട് ചെയ്യുക. അടുത്ത നമ്പർ ഏതായിരിക്കും, എക്സ് പ്ലസ് 2, ഇതിൻ്റെ പ്രോഡക്റ്റ്. ഇതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 168 അല്ലേ. അപ്പോ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 168. ഓക്കെ, ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓർക്കാം. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, പ്ലസ് എക്സ് ഇൻറ്റു 2 2x ഈക്വൽ ടു 168. നോക്കിക്കേ, ഇവിടെ നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എടുക്കാം അല്ലേ. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ എങ്ങനെയാ, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എന്താണ് ആഡ് ചെയ്യേണ്ടത്, എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, അതിനെ ഹാഫ് ആക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക, ഈക്വൽ ടു. അതുപോലെ തന്നെ ഇവിടെയും വേണ്ടേ 168 പ്ലസ് 2/2 ദി ഹോൾ സ്ക്വയർ. നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് ഈ ഒരു ഫോമിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പം എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് k/2 ദി ഹോൾ സ്ക്വയറിനെ എനിക്ക് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് k/2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അപ്പൊ ഇവിടെ എന്താ k/2, 2/2 1 ആവും. എന്ന് വെച്ചാൽ ഇതെന്താ എക്സ് പ്ലസ് 2/2 ദി whole square is equal to 168 plus 2/2 1. 1 square എടുക്കുമ്പോൾ എന്താ അവിടെയും 1. അപ്പൊ ഇവിടെ എന്താ കിട്ടിയേ, എക്സ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇപ്പുറത്തെ സൈഡിൽ എന്താണ് 168 പ്ലസ് 1 അല്ലേ. അപ്പൊ എന്താ 169. 168 പ്ലസ് 1 169. ഇനി നമുക്ക് റൂട്ട് എടുക്കാം. റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 169. റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്താ, ഈ സ്ക്വയറും റൂട്ടും അങ്ങ് പോകും അല്ലേ, എക്സ് പ്ലസ് 1 ആവും അല്ലേ. റൂട്ട് ഓഫ് 169 13 സ്ക്വയർ ആണ് 169. ഇപ്പൊ ഇവിടെ 13 വരും. അപ്പൊ എക്സ് ഈക്വൽ ടു, ഇത് വെറും 13 ആണോ, അല്ല, നമുക്ക് രണ്ട് കേസസ് ഉണ്ട്, പ്ലസ് ഓർ മൈനസ് 30. അപ്പോൾ കേസ് 1
എന്താണ്? എക്സ് പ്ലസ് 1 is equal to പ്ലസ് 13 അല്ലേ? അപ്പൊ എന്താവും? എക്സ് ഈക്വൽ ടു 12 കിട്ടും. ഇനി കേസ് 2, എക്സ് പ്ലസ് 1 is equal to നെഗറ്റീവ് 13. അപ്പൊ എന്ത് വരും? എക്സ് ഈക്വൽ ടു നെഗറ്റീവ് 13 മൈനസ് 1 നെഗറ്റീവ് 14. ഇപ്പൊ 12ഉം കിട്ടി, നെഗറ്റീവ് 14ഉം കിട്ടി. അപ്പം എക്സ് ഈക്വൽ ടു 12 ആണെങ്കിൽ അടുത്ത നമ്പർ എന്താണ്? നമ്മൾ അടുത്ത നമ്പർ എങ്ങനെയാ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഒരെണ്ണം എക്സും ഒരെണ്ണം എക്സ് പ്ലസ് 2 അല്ലേ? അപ്പൊ അടുത്ത നമ്പർ എക്സ് പ്ലസ് 2 എന്ന് വരും. അപ്പം എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു എന്ത് വരും? 12 പ്ലസ് 2. എക്സ് 12 ആണല്ലോ, അപ്പം 12 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 14 എന്ന് വരും. ഇനി ഇതുപോലത്തെ നമ്മൾ സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ രണ്ട് കേസസും അക്സെപ്റ്റബിൾ ആട്ടോ. ഇവിടെയോ എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു എന്ത് വരും? നെഗറ്റീവ് 14 പ്ലസ് 2. എത്ര നെഗറ്റീവ് 14 പ്ലസ് 2? നെഗറ്റീവ് 12. അപ്പൊ നെഗറ്റീവ് 14 ഇൻറ്റു നെഗറ്റീവ് 12 എന്താണ്? സം എന്താ? 168 ആണ്. പിന്നെന്താ? 12 ഇൻറ്റു 14 എന്താണ്? 168. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 2 numbers with sum 4 and product 2. സം 4ഉം വന്നും പ്രോഡക്റ്റ് 2ഉം വന്നും. അപ്പൊ എങ്ങനെയായിരിക്കും? അപ്പം എക്സ് ആണ് ഒരു നമ്പർ എങ്കിൽ ഇതിന്റെ സം എന്താ? ഫസ്റ്റ് നമ്പർ എക്സ് ആയിട്ട് എടുക്കാം. ഫസ്റ്റ് നമ്പർ എക്സ് ആയിട്ട് എടുത്ത് സെക്കൻഡ് നമ്പർ എന്താ? ഇപ്പൊ സമ്മ് നമുക്ക് എന്താ തന്നിരിക്കണം? 4 ആ. ഈ 4ൽ നിന്ന് എക്സ് കുറച്ചാ എന്താണ്? ഈ രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 4 ആ കിട്ടുന്നത്. അപ്പൊ ആ 4ൽ നിന്ന് എക്സ് കുറച്ച് എന്താ? അടുത്ത നമ്പർ കിട്ടും അല്ലേ? ഇപ്പൊ 3 പ്ലസ് 2 5 ആ അല്ലേ? ഞാൻ 5ൽ നിന്ന് 2 കുറച്ചാൽ 3ഉം കിട്ടും, 5ൽ നിന്ന് 3 കുറച്ചാൽ 2ഉം കിട്ടും. അപ്പൊ ഇവിടെ എന്താ? 4 മൈനസ് എക്സ് എന്ന് എടുക്കാം അല്ലേ? സെക്കൻഡ് നമ്പർ. ഇനി പ്രോഡക്റ്റ് 2 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? പ്രോഡക്റ്റ് 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇതിന്റെ പ്രോഡക്റ്റ് എക്സ് ഇൻറ്റു 4 മൈനസ് എക്സ് എന്താ? 2. നമുക്ക് നോക്കാം. എക്സ് ഇൻറ്റു 4 4x മൈനസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. നോക്കിക്കേ, ഇത് ഞാൻ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാം. മൈനസ് എക്സ് സ്ക്വയർ വേണ്ട, നമുക്ക് ഈ മൈനസ് എക്സ് സ്ക്വയർ മാറ്റാം. നേരെ എല്ലാം അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ മൈനസ് കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാം. നെഗറ്റീവ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താകും? ഇവിടെ നെഗറ്റീവ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ നെഗറ്റീവ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ നെഗറ്റീവ് 1. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 4x by negative 1 negative 4x negative x square by negative 1 plus x square equal to 2 by negative 1 negative 2. ഇനി ഇത് ഞാൻ അപ്പുറത്തോട്ട് എഴുതാം. നെഗറ്റീവ് 4x plus x square is equal to negative 2. നെഗറ്റീവ് 4x plus x square is equal to negative 2. ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. x square minus 4x is equal to negative 2. ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഈ സൈഡിൽ തന്നെ ഒരു ഈ ടേമിന് ഇപ്പുറത്തോട്ട് ഈ ടേമിന് അപ്പുറത്തോട്ട്, അത്രേ ഉള്ളൂ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇനി എക്സ് സ്ക്വയർ മൈനസ് 4x ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 2. ഇനി നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എടുക്കാമല്ലോ. എന്താ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്? എക്സ് സ്ക്വയർ മൈനസ് 4x. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 4. അതിന്റെ ഹാഫ് എടുത്തു, അതിന്റെ സ്ക്വയർ എടുത്തു, ഈക്വൽ ടു നെഗറ്റീവ് 2 പ്ലസ് ഇതുപോലെ തന്നെ അപ്പുറത്തും ചെയ്യണം അല്ല, അല്ലെങ്കിൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആവത്തില്ല. ഇനി ഇതെന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4/2 എന്താ? 2.
2 സ്ക്വയർ 4 ആവും അല്ലേ? 2 സ്ക്വയർ 4 ആവും. ഇനി -2 പ്ലസ് 4/2 ഇത് തന്നെ 2. ഇവിടെ 2 സ്ക്വയർ അത് നമുക്ക് 4 ആക്കി എഴുതാം. 4/2 2 ഇതിന്റെ സ്ക്വയർ എടുത്ത് 2 സ്ക്വയർ. ഇനി നോക്കിക്കേ, ഇത് നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ മൈനസാ. ഇത് ഏത് ഫോമുല? x² - kx അല്ലെ? ആ ഫോമുല. അപ്പൊ ഇത് +k/2 the whole square ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? x - k/2 എന്താണ്? x - k/2 the whole square എന്ന് എഴുതും. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ, ഈ എക്സ് ടേമിന്റെ ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ എന്താണ്? നമുക്ക് ഇവിടെ പ്ലസ് ആക്കായിരുന്നു. പക്ഷെ മൈനസ്. അപ്പൊ നമ്മള് x മൈനസ് എന്ന് എടുക്കും. x - k/2 എന്ന് പറഞ്ഞു കിടക്കണം. ഇവിടെ എന്താ? 2 ആ അല്ലെ? 4/2 is equal to 2. 4/2 is equal to 2. അപ്പം x - 2 the whole square is equal to -2 + 4 എന്ന് പറഞ്ഞാൽ എന്താ? 4 - 2 തന്നെയാണ്. 4 - 2 2. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ റൂട്ട് എടുക്കാം. അപ്പൊ റൂട്ട് എങ്ങനെയാണ്? x - 2 the whole square is equal to 2 എന്നാ കിടക്കണം അല്ലേ? അപ്പൊ ഇതിന്റെ റൂട്ട് എടുക്കണം. ഈ റൂട്ട് കളയുക. റൂട്ട് എടുക്കുമ്പോൾ എന്താണ്? റൂട്ട് പോവും. റൂട്ട് ഈ സ്ക്വയർ പോകും. അപ്പൊ x - 2 is equal to, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അപ്പൊ അതുപോലെ തന്നെ റൂട്ട് കിടക്കണേ. പക്ഷെ ഇവിടെ എന്താണ്? +or- √2 എന്ന് എടുക്കാം അല്ലെ? നമ്മൾ പറഞ്ഞായിരുന്നല്ലോ 2 രീതിയിൽ വരും. അപ്പം 2 കേസസ് വന്നു. ഒന്നെന്താ? കേസ് 1 x - 2 is equal to √2. ഇനി കേസ് 2 എന്താ? x - 2 is equal to -√2 അല്ലെ? +or- √2 ഒരെണ്ണം √2 ആയിട്ട് എടുത്തു, ഒരെണ്ണം -√2 ആയിട്ട് എടുത്തു. ഇനി x equal to -2 അങ്ങോട്ട് പോകുമ്പോൾ √2 + 2 വരും. ഇവിടെ x equal to -√2 + 2 എന്ന് വരും. -√2 + 2. ഇതെന്താ? രണ്ടും സൊല്യൂഷൻസ് ആണ്. ഒന്നും ഡിസ്കാർഡ് ചെയ്യണ്ട. രണ്ടും എന്താണ്? നമ്മുടെ സൊല്യൂഷൻസ് തന്നെയാണ്. നേരത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഒരെണ്ണം ഡിസ്കാർഡ് ചെയ്യേണ്ടി വരുന്നത് ഒരു സൊല്യൂഷൻ ആയിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ സെഷനിൽ അല്ലേ? ചിലപ്പോൾ നമ്പർ ഓഫ് ടേംസിന്റെ ഇതെടുക്കുമ്പോൾ ഒരു സൊല്യൂഷൻ നമുക്ക് ഡിസ്കാർഡ് ചെയ്യും. നെഗറ്റീവ് വരുമ്പോൾ എന്താ? നമ്പർ ഓഫ് ടേംസ് എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റാതെയൊക്കെ വന്നു കഴിഞ്ഞ സെഷനിൽ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്, ഇതിനകത്ത് എത്ര ടേംസ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ സമ്മ് കിട്ടണേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിൻ്റെ അകത്ത് എന്താ? സൊല്യൂഷൻ വന്നപ്പോൾ ഒരെണ്ണം ചിലപ്പോൾ നെഗറ്റീവും വന്നു, ഒരെണ്ണം പോസിറ്റീവ് വന്നു. അപ്പോൾ നമ്മൾ എന്താ? പോസിറ്റീവ് എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അല്ലെ? എന്തുകൊണ്ട്? നമ്പർ ഓഫ് ടേംസ് നമുക്ക് എപ്പോഴും ഒരു ഹോൾ നമ്പർ ആയിട്ട് പറയുള്ളൂ, ഒരു നെഗറ്റീവ് ഇൻറ്റിജർ ആയിട്ട് പറയാൻ പറ്റില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 55 45 35. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളൊരു അരിത്മെറ്റിക് സീക്വൻസ് എന്താ? 55 45 35 അങ്ങനെ പോകും. നോക്കിക്കേ, ഈ സീക്വൻസിൽ ഫസ്റ്റ് ടേം എന്താണ്? എ എന്ന് പറയുന്നത് 55ഉം കോമൺ ഡിഫറൻസ് ഡി എന്താ? എ എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ടേം ഉദ്ദേശിക്കണം. ഡി എന്ന് പറയുന്നത് എന്താ? 55 45 എങ്ങനെയാ? -10 അല്ലെ? 55 10 കുറച്ചപ്പോഴാ എനിക്ക് എന്ത് കിട്ടി? 45 കിട്ടി. ഇവിടെ 45 നിന്നും ഞാൻ 10 മൈനസ് ചെയ്തപ്പോഴാണ് എനിക്ക് 35 കിട്ടി. അങ്ങനെ അപ്പം എന്താണ് കോമൺ ഡിഫറൻസ്? -10 അല്ലെങ്കിൽ -10. ഇനി how many terms of this starting from the first must be added to get 175? അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിൽ എത്ര ടേംസ് എടുത്ത് ആഡ് ചെയ്താലാണ് എന്ത് നമുക്ക് സമ്മ് 175 കിട്ടുക? നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മുടെ എ 55ഉം ഡി -10ഉം. അപ്പൊ നമ്മുടെ എസ് എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? n/2 × 2a + n - 1 × d.
ഇനി നമുക്കറിയാം A is equal to 55 ഉം D is equal to -10 ഉം SN എന്താ പറഞ്ഞിരിക്കണേ? SN 175. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേം 55, A 55. അപ്പൊ 175 ആണ് നമുക്ക് സമ്മ് കിട്ടേണ്ടത്. 175. ഓക്കെ. ഇനി SN-ന്റെ സ്ഥാനത്ത് 175 ഇട്ടു. n/2, n അറിയില്ല, അതാണ് നമ്മൾ n ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 into A എന്താ 55 അല്ലേ? 55. ഇനി പ്ലസ് n-1 into D എന്താ -10. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇതൊന്ന് ബ്രാക്കറ്റിൽ ഇട്ടേക്കാം. Okay. 175 is equal to n/2 into 55 into 2, 110. Plus n-1 into -10. അപ്പൊ ഇതെങ്ങനെ വരും? n into -10, -10n അല്ലെ? n into -10, -10n minus 1 into -10, -10 തന്നെ. ഓക്കെ, ഇതിന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. 175 is equal to n/2 into 110 പ്ലസ് വേണോ? അല്ല, പ്ലസ് ഇൻറ്റു മൈനസ് ആവും. അപ്പം നമ്മൾ -10n മൈനസ് ഓഫ് മൈനസ് +10. കണ്ടോ? ഇതെല്ലാം 10ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ ഈ ബ്രാക്കറ്റിന്റെ അകത്ത് കിടക്കുന്നത്. ഞാൻ ഈ 10നെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ എന്താ? 175 is equal to n/2 into ഇവിടെ എന്താ 10നെ ഞാൻ പുറത്തേക്ക് എടുക്കൂന്നല്ലേ പറഞ്ഞേ, ഇവിടെ into 10 എന്നിട്ടിട്ട് എന്താ അകത്ത് പിന്നെ എന്തൊക്കെ വരും? 10 into 11 അല്ലേ 110. അപ്പൊ എന്താ 11 അകത്ത് വരും. അപ്പൊ ഇവിടെ 11 വരും. 11 into 10 ചെയ്യുമ്പോൾ ഇവിടെ 110 വരും. ഇനി അടുത്ത ടേം എന്ത് വരും? -10 പുറത്തേക്ക് എടുത്ത് പിന്നെ അവിടെ ബാലൻസ് എന്താ? 1 ഉള്ളൂ. 1n എന്ന് വെച്ചാൽ n തന്നെ. അപ്പൊ -n. ഇനി അടുത്ത എന്താണ്? 10. ഈ 10 ഞാൻ പുറത്തേക്ക് എടുത്തു, പിന്നെ അവിടെ ബാലൻസ് എന്തുണ്ട്? 1. 10 into 1 ആണ് 10 അല്ലേ? അപ്പം അവിടെ 1 ഇടുക, +1. ഇനി ഇവിടെ നോക്കിക്കേ, 10 divided by 2 എത്രയാ? 5 അല്ലേ? 5 into 2 ആണ് 10. അപ്പൊ എന്താണ്? ഇത് 1 ആകും. 1 2 is 2, 5 2s are 10. അപ്പൊ 175 is equal to 5n into 11 plus 1 എത്രയാ? 12. 12 minus n. നോക്കിക്കേ, ഇനി ഞാൻ ഈ 5ന് ഇങ്ങോട്ട് കൊണ്ടുവരുക. ഇത് 5 into n into 12 minus n. എനിക്ക് 5ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. 175 by 5 is equal to n into 12 minus n. ഇതെന്ത് വരും? 175. ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ 175നെ 5 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഇതിൽ തന്നെ നമുക്ക് ക്യാൻസലേഷൻ റൂൾ അപ്ലൈ ചെയ്യാം. ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇത് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആയിരിക്കും. എത്രയാ? 35 അല്ലേ? അപ്പൊ 35 is equal to n into 12. 12n minus n into n square. അപ്പൊ എന്ത് കിട്ടി? 35 is equal to 12n minus n square. ഞാൻ ഈ n square ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എത്രയാ? n square plus 35 is equal to 12n. ഇതിന്
ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്ത് ഒരു റീഅറേഞ്ച്മെന്റും കൂടെ നടത്തി. ദാറ്റ് ഇംപ്ലൈസ് ഒരു അറേഞ്ച്മെന്റ് കൂടെ. ഈ 35 അങ്ങോട്ട് കൊണ്ടുപോയിട്ട് 12 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ 12 ഞാൻ എന്ത് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്താ n സ്ക്വയർ 12 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്താവും -12 പ്ലസ് 35 അങ്ങോട്ട് പോകുമ്പോ ഈക്വൽ ടു അപ്പൊ -35. ആൻസർ അല്ല കേട്ടോ. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യണം? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എടുത്ത് സോൾവ് ചെയ്യണം. അപ്പൊ നോക്കാം, ഞാനിത് ഈക്വേഷൻ ഒന്നുകൂടി എഴുതാം. n സ്ക്വയർ മൈനസ് 12n is equal to -35. അപ്പൊ നോക്കിക്കേ, n സ്ക്വയർ മൈനസ് 12n പ്ലസ് അല്ലെ എന്നിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക 12, അതിന്റെ ഹാഫ് എടുക്കുക, അത് ഹോൾ സ്ക്വയർ. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യുക. എത്രയാ? 12/2 the whole square. 12/2 the whole square. ഇവിടെ നോക്കിക്കേ, n സ്ക്വയർ മൈനസ് 12n 12/2 എന്താ പ്ലസ് 6 അല്ലെ? 6 സ്ക്വയർ is equal to -30 പ്ലസ് ഇവിടെയും 6 സ്ക്വയർ തന്നെ വരും. 6 സ്ക്വയർ എന്ന് പറഞ്ഞ 36. അപ്പൊ 36. ഇനി നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് അല്ലല്ലോ, ഇവിടെ മൈനസ് അല്ലേ ഇവിടെ കിടക്കണം. അപ്പം എക്സ് സ്ക്വയർ മൈനസ് kx പ്ലസ് k/2 ദി ഹോൾ സ്ക്വയറിലാണ് കിടക്കുന്നതെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് k/2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അപ്പൊ എനിക്കിവിടെ അങ്ങനെ എഴുതാൻ പറ്റൂലേ? അതേ നോക്കിക്കോ, ഇവിടെ ഞാൻ എക്സിന് പകരം n ആണെന്നേ ഉള്ളൂ. അപ്പം n മൈനസ് ഇവിടെ എന്താ k/2 ശരിക്കും 6 അല്ലേ? 12/2 6 ആയി. അപ്പം n മൈനസ് 6 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. 1 എങ്ങനെയാ? -35 പ്ലസ് 36. അപ്പൊ എന്താ 36 മൈനസ് 35 എന്താണ്? 1 വന്ന്. ഇനി ഇതിന്റെ റൂട്ട് എടുക്കണം. റൂട്ട് എടുക്കുമ്പോൾ എന്താണ്? റൂട്ട് ഓഫ് n മൈനസ് 6 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 അല്ലേ? അപ്പൊ അതെന്ത് വരും? റൂട്ട് ഓഫ് n മൈനസ് 6 ദി ഹോൾ സ്ക്വയർ എന്ത് വരും? n മൈനസ് 6 തന്നെ വരും അല്ലേ? അത് n മൈനസ് 6 എന്ന് തന്നെ എഴുതുക. ഈക്വൽ ടു ഇവിടെ എന്താ? റൂട്ട് ഓഫ് 1. റൂട്ട് ഓഫ് 1 എനിക്ക് എങ്ങനെയാ? 1 തന്നെ വരും അല്ലേ? റൂട്ട് ഓഫ് 1. അതെന്താ? ഇവിടെ പക്ഷേ നമ്മൾ പ്ലസ് ഓർ മൈനസ് 1 എന്ന് എടുക്കും റൂട്ട് എടുത്തപ്പോൾ. ഇനി n മൈനസ് 6 ഈക്വൽ ടു പ്ലസ് 1 എന്നും വരും, -1 എന്നും വരും. അപ്പൊ അത് കേസ് 1 കേസ് 2 ആയിട്ട് എടുക്കാം. കേസ് 1 എന്താണ്? n മൈനസ് 6 ഇസ് ഈക്വൽ ടു 1 എന്നും ഇവിടെ n മൈനസ് 6 ഇസ് ഈക്വൽ ടു -1 എന്നും ഇത് കേസ് 2 ആയിട്ടും എടുക്കും. നോക്കിക്കേ, n മൈനസ് 6 ഈക്വൽ ടു 1. അപ്പൊ n എന്താവും? 6 പ്ലസ് 1 ആവും. ഈ -6 അപ്പുറത്ത് പോകുമ്പോൾ പോസിറ്റീവ് 6 ആവും. അപ്പൊ n ഈക്വൽ ടു 7. ഇനി നോക്കിക്കേ, n മൈനസ് 6 ഈക്വൽ ടു -1. n ഈക്വൽ ടു -1 -6 ഇവിടെ എന്താവും? +6 ആവും. ഇതെന്താ? n ഈക്വൽ ടു 5 എന്നാവും. അപ്പൊ നമ്പർ ഓഫ് ടേംസ് അതല്ല n, അത് 7ഉം 5ഉം വന്ന്. അപ്പൊ അതെന്താ സംഭവം? അപ്പൊ നമ്മുടെ സീക്വൻസ് എന്താണ്? 55. ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് 55, 45, 35. 10 ഇങ്ങനെ കുറഞ്ഞു പോകും അല്ലേ? അപ്പോ ഒന്നുകൂടെ എഴുതാം. നമുക്കപ്പം ഈ 5th ടേം വരെ നോക്കാം. 35 സോറി ഇവിടെ 45, 45, 35, 25, 15. -10 കുറച്ച് ഞാൻ എഴുതാം. 1, 2, 3, 4, 5. അടുത്ത എന്ത് വരും? ഇവിടുന്ന് 10 കുറക്കുമ്പോൾ ഇവിടെ 5. ഇവിടുന്ന് 10 കുറക്കുമ്പോഴോ ഇത് ഫസ്റ്റ് ടേൺ A1, ഇത് A2, A3 അല്ലെ? A4,
A5 വരെ എത്തി. ഈ A5ന്റെ സം എന്താന്ന് വെച്ചാൽ ഇപ്പൊ 55 പ്ലസ് 45 പ്ലസ് 35 പ്ലസ് 25 പ്ലസ് 15 എന്താ 175 ആ ശരിക്കും. ഇത്രയും സമ്മ് എന്താണ് 175 ആ. എസ് എന്ന് പറയുന്നത് S5 1 2 3 4 5 ഇത്ര എന്താണ് 175 ആ. പക്ഷെ ഇത് കഴിഞ്ഞ് 7 ടേംസിന്റെ കാര്യം പറയുന്നുണ്ട്. ഇവിടെ 5 വന്ന് 6th ടേം 5 വന്ന് 7th ടേം എന്താ -5 വരുള്ളൂ. 5 മൈനസ് 10 5 ഇവിടെ നിന്ന് 5 ഒരു -10 ആക്കും. അപ്പൊ എത്ര -5 ആയിട്ടുള്ള. അടുത്ത ടേം എന്താണ് -5. അപ്പോ ഇത് നോക്കിക്കേ, ഈ 175ന്റെ കൂടെ ഇവിടം വരെ സമ്മ് 175 ആ. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ 175ന്റെ കൂടെ ഞാനിവിടെ 5 ആഡ് ചെയ്തെന്ന് വെച്ചോ, ഇതെന്താവും 180 ആവും. ഇനി ഈ 180യുടെ കൂടെ അടുത്ത ടേം എന്താണ് ആഡ് ചെയ്യേണ്ടത്? പ്ലസ് ചെയ്യണ -5. ഇതെന്താ 180 മൈനസ് 5 എന്താണ് 180 മൈനസ് 5 175 തന്നെ. അപ്പൊ എന്താണ് 7 ടേംസ് എടുത്താലും 175 തന്നെയാണ്. 5 ടേംസ് എടുത്ത് ആഡ് ചെയ്താലും എന്താണ് 175. അപ്പൊ 2 സൊല്യൂഷൻസും ഉണ്ട് ഇതിന് അല്ലേ. 7 ടേംസും ഉണ്ട് 5 ടേംസും ഉണ്ട്. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത, how many terms of this starting from the first must be added to get 180 as a sum? അപ്പം നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ, പക്ഷെ ഇവിടെ എന്താണ് വ്യത്യാസം? എന്താണ് 180 ആണ് സം ആയിട്ട് എടുക്കേണ്ടത് അല്ലേ. അപ്പൊ നമ്മുടെ A is equal to 55ഉം D is equal to -10. അപ്പം SNന്റെ ഫോർമുല അറിയാലോ, n/2 into 2a plus n-1 into d. ഇവിടെ എന്താണ് SN നമുക്ക് 180 ആ വരുന്നത് അല്ലേ. n നമുക്ക് കണ്ടുപിടിക്കണം. 2 into a എന്താണ് 55 plus n-1 into d -10. ഇത്രയും ഭാഗം എന്താണ് നേരത്തെ നമ്മൾ സോൾവ് ചെയ്ത പോലെ തന്നെയാ. ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പൊ ഇവിടെ സോൾവ് ചെയ്തപ്പോ എങ്ങനെയായിരുന്നു? ഇവിടെ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ വരും, n/2 into 110 minus 10n അല്ലേ. ഈ സെയിം സ്ട്രക്ചർ തന്നെ നമുക്ക് കിട്ടിയ. അപ്പൊ അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് n/2 into 110 minus 10n plus 10 എന്ന് വരും. അപ്പൊ അത് നമുക്ക് അത് ഇവിടെയും നമുക്ക് എഴുതാം, n/2 into 110 plus 110 minus 10n plus 10. ഓക്കെ, ഇവിടെ എന്താണ് നമ്മൾ ഇനി ചെയ്യുന്നത്? 180 is equal to n/2 into ഈ 10 നമ്മൾ പുറത്തെടുത്ത് നേരത്തെ പോലെ തന്നെ 10. ഇവിടെ എന്താ 11 വരും. 10 into 11 110. ഇവിടെ എന്താ n മാത്രം, n into 10 ചെയ്യുമ്പോഴാണ് നമുക്ക് 10n. പിന്നെ ഈ സൈൻ മൈനസ് സൈനും വരും. പ്ലസ് 1 അല്ലേ. നോക്കിക്കേ, 1 ഇവിടെ 10/2 എന്നാണല്ലോ. ഇതെന്താണ് ക്യാൻസൽ ചെയ്ത് നമുക്ക് 5 ആവും. അപ്പൊ 1 2 is 2, 5 2s are 10. അപ്പൊ എന്താണ് 180 is equal to n into 5 5n. അപ്പൊ 180 is equal to 5n. ബ്രാക്കറ്റിൽ എന്തൊക്കെയാ തന്നെ 11 plus 1 എന്ത് വരും 12. 12 minus n വരും. അപ്പൊ 12 minus n. ഇനി 180 ഡിവൈഡഡ് ബൈ 5 ചെയ്യാലോ. ഈ 5 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ പ്രോഡക്റ്റ് ആയിട്ടല്ല കിടക്കണം. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതെന്ത് വരും n into 12 minus n. 180 divided by 5. 5 3s are 50. 18 5 by 3. 6 5s are 30. അപ്പൊ എന്ത് കിട്ടി എനിക്ക് 36 കിട്ടി. ഈക്വൽ ടു n into 12 12n minus n into n n square. ഇനി ഇതൊന്ന് ഞാൻ റീഅറേഞ്ച് ചെയ്യുക. അപ്പൊ
അപ്പൊ എന്താണ്, ഈ മൈനസ് എൻ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് എൻ സ്ക്വയർ ആയി. എന്നിട്ട് എന്ത് ചെയ്ത് ഈ 12n ഞാൻ ഈ സൈഡിലോട്ട് കൊണ്ടുവന്ന് -12n ആയി. അല്ല, ഇവിടെ പോസിറ്റീവ് 12n ആയതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്നത് -12. ഇനി 36 ഞാൻ അപ്പുറത്തോട്ട് കൊണ്ട്, ഇപ്പൊ -36y. ഇനി നമുക്ക് എന്താ, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അല്ലേ. n സ്ക്വയർ -12n. ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? നോക്കിക്കേ, ഈ -36 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്ത് ചെയ്യും, +36 ആവും, =0 എന്നാവും. നോക്കിക്കേ, ഇവിടെ ഇത് a + b a - b ദി ഹോൾ സ്ക്വയറിലല്ലേ കിടക്കണം. നോക്ക്, ഇത് a² - 2ab + b സ്ക്വയറിലാണോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ആണെങ്കിലും എടുക്കാം. ഇവിടെ എന്ത് വരും, a² എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത് n². അപ്പൊ എന്താ, a = n വന്ന്. ഇനി b² സ്ഥാനത്ത് എന്താ 36. അപ്പൊ b എന്ത് വരും, 6 വരും. 6 6 36. ഇനി 2ab എന്ത് വരും, ഇവിടെ നോക്കി, a ഇവിടെ ഞാൻ n ആയിട്ടെടുത്ത്, b എന്താ 6 ആയിട്ടെടുത്ത്. അപ്പൊ എന്താ 6 × 2 12n. അപ്പൊ എനിക്കിവിടെ 12n തന്നെ ഉണ്ട്. ഇവിടെ ഇവിടെ മൈനസ് ഉണ്ട്. അപ്പൊ a² - 2ab + b² ഫോർമുല. അപ്പൊ അതെന്താ, a² - 2ab + b², a - b ദി ഹോൾ സ്ക്വയർ അല്ലേ. അപ്പൊ എനിക്ക് നേരെ ഇത് അങ്ങനെ എഴുതാലോ, a - b ദി ഹോൾ സ്ക്വയർ എന്ന്. അപ്പൊ എത്ര വരും, n മൈനസ് a - b ല് a എന്ന് പറയുന്നത് എന്താണ്, n അല്ലേ. b എന്താണ് 6. n - 60 ഹോൾ സ്ക്വയർ = 0. n - 60 ഹോൾ സ്ക്വയർ = 0. അത് കഴിഞ്ഞിട്ട് എന്താ, നമുക്ക് ഇതുവരെയാണ് നമുക്ക് കിട്ടിയ. ഇനി n - 6 × n - 6 ആണ് =0. അപ്പൊ എന്താണ്, n = 6 അല്ലെ. എന്താണ് അതെങ്ങനെ 6 എന്ന് വന്നത്, അല്ലെങ്കിൽ n = 6 എന്ന് തന്നെ എടുക്കാം. എന്തുകൊണ്ടാ, ഒന്നല്ലെങ്കിൽ ഇവിടം 0 ആവും. ഇവിടം 0 ആകുമ്പം എന്താ, ഇവിടെ n - 6 = 0, n = 6 എന്നാവും. ഇതും ഒന്നല്ലെങ്കിൽ 0 ആവും ഇവിടെ. അപ്പൊ എന്താ, n - 6 = 0, n = 6. ഓക്കെ, അപ്പൊ n = 6 ടേംസ് ആണ്. അപ്പൊ നമുക്ക് 6 ടേംസ് ആഡ് ചെയ്താലാണ് നമുക്ക് സം എത്ര കിട്ടുക, 180 കിട്ടുക. ഇവിടെ പക്ഷെ ഒരേ ഇത് തന്നെ കിട്ടിയത് അല്ലെ, 6 6 എന്ന് തന്നെ കിട്ടിയത്. അപ്പൊ അത് രണ്ട് സൊല്യൂഷൻ ആണ്, പക്ഷെ ഒരേ രീതിയിൽ കിട്ടിയെന്നേ ഉള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേംസ് ഓഫ് ദിസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 0 ആസ് ദ സം. നമുക്ക് 0 കിട്ടാൻ അപ്പൊ നേരത്തെ പോലെ തന്നെ ചെയ്യുക. എന്താണ്, Sn = n/2 × 2a + n - 1 × d അല്ലെ. a എന്ന് പറയുന്നത് 55ഉം d എന്ന് പറയുന്നത് -10ഉം. ഓക്കെ, നമുക്ക് സം എന്താണ്, 0 തന്നെ അല്ലെ. അപ്പൊ 0 = n/2 × 2 × 55 + n - 1 × d എത്രയാ, -10. ഈ ഒരു ഭാഗം നേരത്തെ പോലെ ആദ്യം ചെയ്ത പോലെ തന്നെയല്ലേ. അപ്പൊ അത് എത്രയാ വന്നത്, n/2 × 55 × 2 110 പ്ലസ് -10 × n -10n. അപ്പൊ ഇവിടെ എനിക്ക് എന്താണ്, ഇൻറ്റു പ്ലസ് വരുമ്പം ഇവിടെ എന്തായാലും എന്താണ്, -10 തന്നെ വരുള്ളൂ. ഇനി -1 × -10 +10. ഓക്കെ, ആദ്യം ഞാൻ ഇത് സോൾവ് ചെയ്യുന്ന രീതി കറക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇല്ലേ, ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു എങ്ങനെയാ വരുന്നതെന്ന്.
ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ കണ്ട n-1 ഇൻറ്റു -10, -10 ഇൻറ്റു n, -10n മൈനസ് എന്നിട്ട് 1 ഇൻറ്റു -10, -10. പിന്നെ ഇതെന്താണ് പ്ലസ് ഓഫ് മൈനസ് മൈനസ് ആയി, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി. അപ്പൊ ഞാനതിപ്പോൾ ഡയറക്റ്റ് എടുത്തെഴുതി. ഇനി ഈക്വൽ ടു ഈ 2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ 0 ഇൻറ്റു 2 ആവും. 0 ഇൻറ്റു 2 അപ്പൊ എന്താണ് 0 തന്നെയാവും. അപ്പൊ n മാത്രം വരും. n ഇൻറ്റു 110 മൈനസ് 10n പ്ലസ് 10. ഇനി 0 ഇസ് ഈക്വൽ ടു ഈ 2നെ മാത്രം കൊണ്ടുവന്നതിന് പകരം ഞാൻ ഈ n/2 ഇപ്പുറത്തോട്ടാക്കി എന്ത് വരും? ഈ സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടി നമുക്ക് വെട്ടിച്ചുരുക്കാം. സ്റ്റെപ്പ് കുറക്കാൻ പറ്റും. n/2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം 0 ഇൻറ്റു ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 2 ഇവിടെ വരുമ്പോൾ മുകളിലോട്ട് വരും. n എന്ത് വരും? താഴോട്ടും വരും. 2/n എന്ന് വരും. ഈക്വൽ ടു 110 മൈനസ് 10n പ്ലസ് 10. ഓക്കെ, 0 ഇൻറ്റു 2/n 0 ഈക്വൽ ടു 110 മൈനസ് 10n പ്ലസ് 10. ഈ 110 പ്ലസ് 10 എത്രയാ? 120 അല്ലേ? നമുക്കിപ്പം 120 എന്ന് എഴുതാം. ഇതപ്പം എന്തായി? 120 അല്ലെ? 110 പ്ലസ് 10 120. 120 മൈനസ് 10n ഇസ് ഈക്വൽ ടു 0. എന്താണ് ഇപ്പൊ കിട്ടിയത്? 120 മൈനസ് 10n ഈക്വൽ ടു 0. ഇതെന്തോരും? 120 ഇസ് ഈക്വൽ ടു -10n അപ്പുറത്തോട്ട് പോയപ്പോൾ പ്ലസ് 10n ആയി. ഇനി n ഇസ് ഈക്വൽ ടു 120/10 അല്ലെ? ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അത് ഡിവിഷൻ ആയി. അപ്പൊ ഇവിടെ എന്താണ്? ഈ സീറോസ് ക്യാൻസൽ ആവും അല്ലെ? ബാക്കി എത്രയുണ്ട്? n ഇസ് ഈക്വൽ ടു 12. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് 0 സമ്മ് കിട്ടണമെങ്കിൽ എന്താണ് 12 ടേംസും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുവരെയുള്ള പോർഷൻ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇപ്പൊ ഇത്രയും കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റിലേക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. ഇതുവരെ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളും ഇരുന്ന് സമയമെടുത്ത് ചെയ്ത് പഠിക്കണം. ഓക്കെ, ചെയ്ത് പഠിച്ചാലേ നമുക്ക് കറക്റ്റായിട്ടിരുന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, തെറ്റാണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പം ഞാൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ വീഡിയോ കാണുമ്പോൾ കൂടെ ഇരുന്ന് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇതുകൊണ്ട് തീരുവാണ്, ഈ ഒരു സെഷൻ കൊണ്ട് തീരുവാണ്. നമുക്കിനി അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത സെഷനായിട്ട് വരാം. ഓക്കെ, ദെൻ എല്ലാവർക്കും ബൈ.